റമളാനിലെ ദ്വായും പ്രണയവും. ഒരു ചെറിയ ഗ്രാമം ലെ. റമളാൻ മാസത്തിന്റെ ആദ്യ ദിവസം. മസ്ജിദിൽ നിന്നുള്ള അസാൻ ശബ്ദം മുഴുവൻ ഗ്രാമത്തിലും പടർന്നിരുന്നു. വീടുകളിൽ നിന്ന് ഖുർആൻ വായനയുടെ മധുര ശബ്ദവും ഇഫ്താറിന്റെ സുഗന്ധവും. ഈ ഗ്രാമത്തിൽ യൂസഫ് എന്നൊരു യുവാവ് താമസിച്ചിരുന്നു. അവൻ വളരെ ശാന്ത സ്വഭാവവും അല്ലാഹുവിനോടുള്ള ഭക്തിയും ഉള്ളവനായിരുന്നു. ഓരോ റമളാനും അവൻ കൂടുതൽ ഖുർആൻ വായിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യും. യൂസഫിന്റെ ഉമ്മ ആയിരുന്നു ആമിന ഉമ്മ. അവൾ എല്ലായ്പ്പോഴും പറയുമായിരുന്നു, കുഞ്ഞേ, റമളാൻ മാസത്തിൽ ചെയ്യുന്ന ദ്വാ ഒരിക്കലും വെറുതെ പോകില്ല. ഒരു ദിവസം തറാവീഹ് നമസ്കാരത്തിനു ശേഷം യൂസഫ് മസ്ജിദിനു മുന്നിലെ വഴിയിൽ നടന്നു. അപ്പോൾ അവൻ ഒരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ പേര് മറിയം. പച്ച നിറത്തിലുള്ള ഹിജാബ്, കയ്യിൽ ഖുർആൻ. അവൾ മസ്ജിദിലെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് ആയിരുന്നു. അവൾ കുട്ടികളോട് പറഞ്ഞത് യൂസഫ് കേട്ടു. റമളാൻ നമ്മളെ നല്ല മനുഷ്യരാക്കാനുള്ള മാസമാണ് കുഞ്ഞുങ്ങളെ. അവളുടെ വാക്കുകൾ യൂസഫിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇമാൻ ഉള്ള പെൺകുട്ടിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷേ അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ വിശ്വസിച്ചു, പ്രണയം ഹലാൽ വഴിയിലൂടെയാകണം. ആ രാത്രി യൂസഫ് തഹജ്ജുദ് നമസ്കാരം ചെയ്തു. കണ്ണുകളിൽ കണ്ണീർ നിറച്ച് അവൻ ദ്വാ ചെയ്തു. യാ അല്ലാഹ്, മറിയം എന്റെ ജീവിതത്തിന് നല്ലതാണെങ്കിൽ നീ എന്നെ ശരിയായ വഴിയിലേക്ക് നയിക്കണേ. അടുത്ത ദിവസം യൂസഫ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ ഒരു നല്ല പെൺകുട്ടിയെ കണ്ടു. വളരെ ഇമാൻ ഉള്ളവളാണ്. ആമിന ഉമ്മ ചിരിച്ചു. റമളാനിൽ തുടങ്ങിയ ഒരു ബന്ധം ഇൻഷാ അല്ലാഹ് ബർക്കത്തുള്ളതാകും. യൂസഫിന്റെ ഉപ്പ ആയിരുന്നു ഹസൻ ഉപ്പ. അദ്ദേഹം ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. യൂസഫ് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, ഞാൻ വിവാഹം ആലോചിക്കാൻ ആഗ്രഹിക്കുന്നു. ഹസൻ ഉപ്പ പറഞ്ഞു, നല്ല ഇമാൻ ഉള്ള പെൺകുട്ടിയെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അവർ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. മറിയത്തിന്റെ ഉപ്പ ആയിരുന്നു സലീം ഉപ്പ. വളരെ സദാചാരമുള്ള, ദീനി അറിവുള്ള ഒരാൾ. ഹസൻ ഉപ്പ പറഞ്ഞു, എന്റെ മകൻ നമസ്കാരം ചെയ്യുന്ന നല്ല സ്വഭാവമുള്ള യുവാവാണ്. നിങ്ങളുടെ മകളെ നികാഹ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സലീം ഉപ്പ പറഞ്ഞു, ഇമാൻ ഉള്ളവനാണെങ്കിൽ എന്റെ മകൾ സുരക്ഷിതമാണ്. മറിയം ലജ്ജിച്ചു. അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ ദ്വാ ചെയ്തിരുന്നു, അല്ലാഹ് നല്ല ഭർത്താവിനെ നൽകണമെന്ന്. മറിയത്തിന്റെ ഉമ്മ പറഞ്ഞു, റമളാനിലെ ദ്വാ ഒരിക്കലും വെറുതെ പോകില്ല കുഞ്ഞേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റമളാൻ അവസാന ആഴ്ചയിൽ അവരുടെ നികാഹ് നടന്നു. മസ്ജിദിൽ എല്ലാവരും കൂടി ദ്വാ ചെയ്തു. യൂസഫ് പറഞ്ഞു, എന്റെ പ്രണയം ആദ്യം അല്ലാഹുവിനാണ്, പിന്നെ നിന്നോടാണ്. മറിയം കണ്ണുകളിൽ കണ്ണീർ നിറച്ചു പറഞ്ഞു, ഇമാനോടെ ഉള്ള പ്രണയം തന്നെയാണ് ഏറ്റവും സുന്ദരം. വിവാഹത്തിനു ശേഷം അവർ ഒരുമിച്ച് ഇഫ്താർ കഴിക്കുകയും ഒരുമിച്ച് ഖുർആൻ വായിക്കുകയും ഒരുമിച്ച് ദ്വാ ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം മറിയം പറഞ്ഞു, യൂസഫ്, നമുക്ക് റമളാൻ മാസത്തിൽ ഒരുമിച്ച് സദഖ ചെയ്യാം. യൂസഫ് ചിരിച്ചു. നമ്മുടെ പ്രണയം ദ്വായും സദഖയും കൊണ്ട് ശക്തമാകട്ടെ. ഒരു രാത്രി ലൈലത്തുൽ ഖദർ ആയിരിക്കും എന്ന് കരുതുന്ന രാത്രിയിൽ അവർ മസ്ജിദിൽ ഇരുന്ന് ദ്വാ ചെയ്തു. യൂസഫ് പറഞ്ഞു, യാ അല്ലാഹ്, എന്റെ ഭാര്യയെ എനിക്ക് ഖൈർ ആക്കണമേ. മറിയം പറഞ്ഞു, യാ അല്ലാഹ്, എന്റെ ഭർത്താവിനെ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ആക്കണമേ. റമളാൻ അവസാനിച്ചു. പക്ഷേ അവരുടെ പ്രണയം അവിടെ അവസാനിച്ചില്ല. അത് ഒരു പുണ്യമായ ജീവിതയാത്രയായി മാറി. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, ഇവരുടെ പ്രണയം റമളാനിൽ തുടങ്ങിയ ദ്വായുടെ ഫലമാണ്.